വചനം വചനം ത്രിയേക ദൈവമവചനം വചനം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ മനുഷ്യൻ്റെ കടമയെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. സർവശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിക്കാൻ, ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ഇതാണ് നമ്മുടെ കടമ, ഇതാണ് നമ്മുടെ ദൗത്യം. എന്നാൽ ഇന്നത്തെ സുവിശേഷം ഈ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ ദൗത്യത്തെക്കുറിച്ചാണ്. ഈശോയുടെ ഈ ദൗത്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ 3 തരത്തിൽ നമുക്കിതിനെ വിഭജിച്ചെടുക്കാം ഈ സുവിശേഷത്തെ. ഒന്നാമതായിട്ട് ഈശോ തൻ്റെ സമയമാകുന്നിടം വരെ കാത്തിരിക്കുകയാണ്. വിശുദ്ധ ലിഖിതങ്ങൾ, പ്രവാചകന്മാർ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നു. മാത്രമല്ല, അപ്പോൾ മുതൽ ഒരു സമയം വരെ യേശു കാത്തിരിക്കുകയാണ്. അതൊരു അന്വേഷണത്തിൻ്റെ കാലയളവാണ്. അത് കഴിഞ്ഞ് അറിഞ്ഞ ആ കാത്തിരുന്ന് തനിക്ക് ലഭിച്ച ദൈവഹിതം താൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. യേശു പ്രസംഗിക്കാൻ തുടങ്ങി. ഇത് 2ാമത്തെ ഘട്ടമാണ്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആദ്യത്തെ അന്വേഷണം, 2ാമത്തത് അറിഞ്ഞത് അത് തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നു. 3, അവൻ ഗലീലി കടത്തീരത്ത് നടക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരായ ആദ്യത്തെ 4 പേരെ തിരഞ്ഞെടുക്കുകയാണ്. അതായത് അറിഞ്ഞ, അനുഭവിച്ച യാഥാർത്ഥ്യത്തെ പകർന്നു കൊടുക്കുന്നു. വീണ്ടും തുടർന്നു പോകുവാൻ ശിഷ്യന്മാരെ വിളിക്കുന്നു. അതൊരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. സഭ പഠിപ്പിക്കുന്ന പോലെ തന്നെ ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക. ഈ 3 ഘട്ടങ്ങൾ ഈ സുവിശേഷത്തിലും നമുക്ക് ധ്യാനിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാവരിലും ഈ 3 കർത്തവ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തെ പകർന്നു കൊടുക്കുക. കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സഭയിലെ വലിയൊരു വിശുദ്ധൻ തോമസ് അക്വൈനസ് നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം ദൈവ ഐക്യമാണ്. ദൈവ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഈ പൂർണ്ണതയിലേക്ക്, ഈ ദൈവ ഐക്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്. 1 കൃപ, 2 ധ്യാനം, 3 പുണ്യം. കൃപയെന്ന് പറയുന്നത് ഒരു അന്വേഷണം. ദൈവത്തിൽ നിന്നും കൃപ നമ്മൾ സ്വീകരിക്കണം. അത് നമുക്ക് അനുഭവമാകുമ്പോൾ അത് ധ്യാനത്തിലൂടെയാണ് അത് അനുഭവത്തിലേക്ക് വരുന്നത്. അനുഭവിച്ച സ്നേഹത്തെ പകർന്നു കൊടുക്കുന്നതാണ് പുണ്യം. കൃപ, ധ്യാനം, പുണ്യം. അന്വേഷണം, അനുഭവം, ആകർഷണം. വേണമെങ്കിൽ ഇതിന് പറയാം. സ്നേഹത്തെ പകർന്നു കൊടുക്കുന്നത്, നല്ല സ്നേഹത്തിലേക്ക് നമ്മൾ ആകർഷിപ്പിക്കണം. ആയതിനാൽ നമ്മളുടെ ഈ ധ്യാന വിഷയം ഇങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുക. ദൈവത്തെ അന്വേഷിക്കാൻ, ദൈവത്തെ അനുഭവിക്കാൻ, ദൈവത്തെ പകർന്നു കൊടുക്കുന്നതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം പൂർണ്ണമാകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ദൗത്യം, ക്രിസ്തു തൻ്റെ ദൗത്യം പിതാവിൽ നിറവേറ്റിയതുപോലെ നാമും നമ്മുടെ ദൗത്യം ക്രിസ്തുവിനോടും പിതാവിനോടും ത്രിത്വത്തോട് ചേർന്ന് നിറവേറ്റും. അങ്ങനെ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ധന്യമാകും. അതിനുള്ളൊരു കൃപ ഈ ഞായറാഴ്ചയിൽ ഈ വിശുദ്ധ ലിഖിതത്തിലൂടെ നമുക്ക് ദൈവം പ്രദാനം ചെയ്യട്ടെ. ആമേൻ.